ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിനെ ഓർത്ത്, ഒരു നല്ല മാതാപിതാക്കളുടെ മകനായി അല്ലെങ്കിൽ മകളായി ജനനം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കാം. ഇന്നൊരു സ്പീച്ച് പറയണമെന്ന് സോഫി ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി എന്ത് പറയാനാണ്? ഇനി പറഞ്ഞാൽ വീട്ടിൽ കേട്ടില്ലെന്നാണ് ഭാര്യയും അമ്മയും പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഞാൻ ചെറുപ്പം തൊട്ട് സത്യം പറഞ്ഞ് ശീലിച്ചു പോയി. അതുകൊണ്ട് ആരും ചോദിച്ചാലും ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. പിന്നെ കേൾക്കാൻ ഇത്തിരി സുഖത്തിനു വേണ്ടി ചിക്കൻ കറിയിൽ മസാല ഇടുന്ന പോലെ ഞാനും ഇത്തിരി മസാല ഇടാറുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞ കഥകളെല്ലാം സത്യങ്ങളാണ്. 10 വർഷം തൃശ്ശൂർക്കാരുടെ കൂടെ ജീവിച്ചതുകൊണ്ടാകാം ഒരു ചെറിയ തള്ളലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ എൻ്റെ സ്പീച്ച് തുടങ്ങട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താ ഇത്, നീ ഫോട്ടോയൊക്കെ അയച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെനിക്ക് ഒമാനിലെ ഗോൾഡൻ വിസ കിട്ടിയതിൻ്റെ ഫോട്ടോയാണ് എന്ന്. അപ്പോൾ അമ്മ ചോദിച്ചു, എന്തിനാണ് നിനക്ക് ഈ ഗോൾഡൻ വിസ തന്നത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒമാനി പിള്ളേരെ പഠിപ്പിച്ച് വഴിതെറ്റിച്ചതിനാണ് എനിക്ക് ഗോൾഡൻ വിസ തന്നിരിക്കുന്നതെന്ന്. എന്ത് ചെയ്യാനാ, പെട്ടെന്ന് വായിലൂടെ ഇങ്ങനെ നുണകൾ വരുന്നു. അമ്മ ഈ സന്തോഷം അച്ഛനോട് പങ്കുവെക്കാൻ വേണ്ടി ഫോൺ കട്ട് ചെയ്തിട്ട് ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് ഓർമ്മ വന്നത്. കാളപ്പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആളാണ് അദ്ദേഹം. ഈ മെസ്സേജ് ഒമാനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഫോൺ വിളിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് ഇട്ടു, ഈ ലോകത്തിൽ എനിക്ക് നുണ പറയാൻ പറ്റുന്ന ഒരാൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊരു നുണ പറഞ്ഞതാണ് എന്ന്. എന്ത് ചെയ്യാനാ, ഇത് തൃശ്ശൂരിൽ നിന്ന് കല്യാണം കഴിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. എൻ്റെ വീട്ടിൽ അഖണ്ഡ ജപമാല കഴിഞ്ഞതിന് ശേഷം ജസ് ചേച്ചി എന്നോട് വിളിച്ചു ചോദിച്ചു, മാതാവ് എന്തു പറയുന്നു എന്ന്. ഞാൻ പറഞ്ഞു, മാതാവ് വീട്ടിലിരുന്ന് ബോറടിക്കുകയാണ്. ഇനി എൻ്റെ ദുശീലങ്ങളൊക്കെ കണ്ട് മാതാവ് പഠിച്ച് വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന്. സോഫി ചേച്ചി ഈ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ ഇരുന്ന് ചിന്തിച്ചു, ഇനി എന്ത് പറയാനാണ്? ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് അടുത്ത ദിവസം സ്പീച്ച് പറയാനുള്ള ഒരു ടോപ്പിക്ക് തന്നെ. അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, എൻ്റെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവ് പറഞ്ഞു, നിനക്ക് ഞാൻ മൂള തന്നിരിക്കുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നീ ചിന്തിച്ച് തീരുമാനിക്കൂ എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മൂള ഉപയോഗിച്ച് ചിന്തിച്ചു. എൻ്റെ മനസ്സിൽ ടോപ്പിക്കും തെളിഞ്ഞു വന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ സ്പീച്ച് റെഡിയാക്കി തന്ന ചാറ്റ് ജിപിടിയോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ സ്പീച്ച് എല്ലാ ദിവസത്തെ പോലെ വടക്കൂട്ടച്ചൻ കഥ പറയുന്ന പോലെ ഞാനും തുടങ്ങാം. ഈ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഞാൻ MPhil പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ നമ്മുടെ ഇഷ്ടവിനോദമായ പെണ്ണുങ്ങളെ അടുത്ത് പോയിരുന്ന് പഞ്ചാരരിക്കലാണ്. അപ്പോൾ രാവിലെ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ പെണ്ണുങ്ങളെല്ലാം എന്നെ നോക്കി ചിരിക്കുന്നു, ഊറി ഊറി ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കണ്ടിട്ട് ഊറി ഊറി ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അതില്ലാലേ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അതില്ലാലേ എന്ന് പറയുന്നത്? അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, അതില്ലാലേ എന്ന്.
അപ്പോൾ അവർ എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. ഈ ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും കേമത്തരം അവർ കാണിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് 10 പേരോട് പറയണം. അങ്ങനെ എൻ്റെ തലേ രാത്രിയിലെ പെർഫോമൻസ് ആണ് അവരെൻ്റെ വീഡിയോയിലാക്കി കാണിച്ചിരുന്നു വന്നത്. ബാബുചേട്ടൻ പണ്ട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു, ബാബുചേട്ടൻ പണ്ട് മദ്യപിക്കുമായിരുന്നു എന്ന്. അതുപോലെ ഞാനും എൻ്റെ കൂട്ടുകാരൻ്റെ ഒത്ത് പ്രേമത്തിൻ്റെ നഷ്ടദുഃഖത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മദ്യപിക്കുമായിരുന്നു. ഞാൻ മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 ഗ്ലാസും കൊണ്ടൊന്നും ഒന്നും ആകില്ല. ഞാൻ വാള് വെക്കുന്നത് വരെയാണ് എൻ്റെ കണക്ക്. ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ വളരെ രസമാണ്. കുറച്ച് ഗ്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചിരിയാണ്. ഫുൾ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം നന്നായിട്ട് വർത്തമാനം പറയും. പിന്നെ ബാംഗ്ലൂരിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് എണ്ണിൽ പറക്കൽ തുറന്നു. ഇനി ഇത്തിരിയോടെ പൂസായി കഴിഞ്ഞാൽ വൊക്കാബുലറി ഇല്ല, ഇംഗ്ലീഷ് ഇല്ല, സ്പെല്ലിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏങ്ങിക്കരയും. അപ്പോൾ ചിലര് എരിതീയിൽ എണ്ണയിടാൻ വേണ്ടി അവന്മാർ ചോദിക്കും, നിനക്ക് പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ എന്ന്. പിന്നെ നല്ല രസമാണ്. തേങ്ങല് ഒരു വാവിട്ടുള്ള ഒരു കരച്ചിലാണ്. എൻ്റെ ഗേൾഫ്രണ്ടിന് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ കരയാറുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ബി.എഡിന് അഡ്മിഷൻ കിട്ടിയില്ല, അതും ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടാത്തത് നന്നായി എന്ന്. എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ പണ്ടേ തന്നെ എയ്ഡ്സ് പിടിച്ച് ചത്തുപോയേനെ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സെക്കൻഡ് ഗേൾഫ്രണ്ടിനെ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ അവളെങ്ങാനും കെട്ടിയിരുന്നെങ്കിൽ അങ്ങ് കാസർഗോഡ് വരെ വണ്ടി ഓടിച്ചു പോയേനെ. പക്ഷേ ദൈവം അത് സഹായിച്ചു. ഇപ്പോൾ അത് തൃശ്ശൂർ വരെ കുറച്ചിട്ടുണ്ട്. എൻ്റെ ബോധമില്ലാത്ത എൻ്റെ പെർഫോമൻസ് വീഡിയോ ആക്കി വെച്ചിട്ട് എനിക്ക് ബോധം വരുമ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തു വച്ചിരിക്കുന്നത്. അങ്ങനെ ലേഡീസ് ഹോസ്റ്റൽ ചാറ്റ് ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് ഈ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ കരച്ചിലും എണ്ണിപ്പറക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീടിന് പുറത്ത് നിന്നാണ് കിടന്ന് ഉറങ്ങുന്നത്. കാരണം വാള് വെച്ചാൽ അത് സ്വയം കോരാൻ ഭയങ്കര പാടാണ്. മുറ്റത്ത് കിടക്കുകയാണെങ്കിൽ ആ വാള് വെച്ചത് നമുക്ക് കോരണ്ട. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനുമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ ഈ ദുഃഖത്തിൽ, ഏത് ദുഃഖത്തിലാണ് നീ ഇങ്ങനെ മദ്യപിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയില്ല എന്ന്, ആ ദുഃഖത്തിലാണ് ഞാൻ കുടിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ അവൻ ആ സത്യം എന്നോട് പറഞ്ഞു. അവളുടെ അച്ഛനെ അവന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവളെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് എന്ന്. ആ ന്യൂസ് കേട്ടതുകൂടി ഞാൻ എൻ്റെ മദ്യസേവ അവസാനിപ്പിച്ചു. എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഉപദേശിച്ചു, എല്ലാവർക്കും ഐശ്വര്യയെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് ആരെങ്കിലും കല്യാണം കഴിക്കാതെ ഇരിക്കുന്നുണ്ടോ? ഐശ്വര്യയെ കല്യാണം കഴിച്ചാലും റോസിനെ കല്യാണം കഴിച്ചാലും കേൾക്കേണ്ട ചീത്ത നമ്മൾ കേട്ടേ മതിയാകൂ. ഈ കഴിഞ്ഞ ദിവസം ബാബുചേട്ടൻ എന്നോട് പറഞ്ഞു, മദ്യത്തിൻ്റെ ഓർമ്മയിൽ ചൂട് ചായയാണ് കുടിക്കുന്നതെന്ന്. അങ്ങനെ ഞാനും കോളേജിലിരുന്ന് ഗ്രീൻ ടീ ആണ് കുടിച്ചു പോരുന്നത്. കാലങ്ങൾ പോകുന്നതനുസരിച്ച് മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ ഇതുവരെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഈ മുറ്റത്ത് ഓടിക്കണന്ന് നടക്കുന്നത് എൻ്റെ തന്നെയാണെന്ന്. പക്ഷേ വീണ്ടും അച്ഛനോട് ചോദിച്ചു, ഈ കാണുന്ന ബിൽഡിങ്, ഈ വീട്, ഈ സ്ഥലങ്ങൾ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന്. നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടോ ഉണ്ടോ എന്ന്. നിന്നെയൊക്കെ തെക്കേ മൂലയിൽ
തട്ടിന് വെക്കാൻ വേണ്ടി മാത്രമേ കൊള്ളുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ശരിയാ അച്ഛ, അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാ. എൻ്റെ വല്യച്ഛനും തൻ്റെ മക്കളെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വെറുതെ സമയം കളഞ്ഞു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ എൻ്റെ വല്യപ്പനും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വല്യമ്മ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ആരെങ്കിലും എന്നെ വയസ്സാം കാലത്ത് നോക്കൂലോ എന്നോർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ പെറ്റുകൂട്ടിയത് എന്ന്. അവസാനം എന്നെ നോക്കാൻ ആരുമില്ല എന്ന്. വെറുതെ പന്നി പെറുന്ന കണക്ക് 10 പേരെ പെറ്റു എന്ന്. ഒരു കഥയെ കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. 2005 MA പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അടുത്ത വലിയുള്ള ഹോസ്പിറ്റലിൽ ENT കാണാൻ പോയി. അവിടെ ഇരുന്ന ലേഡി ഡോക്ടർ എൻ്റെ കണ്ണ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, എല്ലാം ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കണ്ണിന് കൊണ്ട് നോക്കുമ്പോൾ എല്ലാം ഇരട്ടിച്ച് കാണുന്നു, ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന്. അപ്പോൾ ലേഡി ഡോക്ടർ ചോദിച്ചു, എപ്പോഴാണ് നിനക്കിങ്ങനെ ഇരട്ടിച്ച് കാണുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആയി കാണാൻ പറ്റാത്തത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ MA പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഒത്തിരി റീഡ് ചെയ്യാനുണ്ട് എന്നൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ കൂടുതൽ റീഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നിനക്ക് എല്ലാം ഇരട്ടിച്ച് കാണുന്നത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കൊക്കെ കൊച്ചു പിള്ളേർക്ക് സ്കൂളിലെ പോലെ 1 വേർഡ് ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ബുദ്ധി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ എക്സാം നോട്ട്സ് എല്ലാം എൻ്റെ ഫ്രണ്ടിനായ അജേഷിനെ പഠിപ്പിക്കും. അവൻ ഫൈനൽ എക്സാമിന് എൻ്റെ തൊട്ട് മുന്നിലാണ് ഇരിക്കുന്നത്. അവന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ അവന് എല്ലാ ഉത്തരവും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതും. അവസാനത്തെ 10 മിനിറ്റ് ആണ് ഞാൻ അവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കിയിട്ട് ആ ആൻസേഴ്സ് എല്ലാം കോപ്പി അടിക്കുന്നത്. ഈ അവസാനം നോക്കുമ്പോൾ എല്ലാം മങ്ങിയ കണക്കാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ആൻസേഴ്സ് എല്ലാം കറക്റ്റായിട്ട് കോപ്പി അടിക്കാൻ പറ്റുന്നില്ല എന്ന്. ഇത് കേട്ട് ഡോക്ടറും നേഴ്സുമാരും ഒക്കെ ചിരി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം സത്യമാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. ഇതിനെന്താണ് മരുന്ന് എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഈ പണി നിർത്തിയാൽ മതി, കോപ്പി അടിക്കൽ നിർത്തിയാൽ മതി, അപ്പം ശരിയായിരിക്കുമോ എന്ന്. എൻ്റെ MA അവസാന ദിവസം ഞാൻ ലൈബ്രറിയിലേക്ക് ഒരു വലിയ ബോക്സുമായിട്ടാണ് പോയത്. അവിടെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ഒന്ന് കറുത്ത സിസ്റ്ററും ഒന്ന് വെളുത്ത സിസ്റ്ററും. ഞാൻ ആ സിസ്റ്റേഴ്സിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദൈവത്തിനെതിരായും നിങ്ങൾക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി, ആ തെറ്റ് ഏറ്റു പറഞ്ഞ് ഞാൻ തിരുത്താനാണ് വന്നത് എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, നീ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്. ഞാൻ പറഞ്ഞു, ചില അത്യാവശ്യ നിമിഷത്തിൽ ആ തെറ്റ് ഞാൻ ചെയ്തു എന്ന്. അപ്പോൾ ആ സിസ്റ്റേഴ്സ് പറഞ്ഞു, നീ തെളിച്ചു പറ എന്ന്. ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോട് പറയാതെയും രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയും ഞാൻ അടിച്ചുകൊണ്ട് പോയ ബുക്സുകളാണ് ഈ ബോക്സിനകത്ത് നിറച്ചതെന്ന്. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എക്സാം കഴിഞ്ഞു ബുക്സിന്റെ ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ബുക്സ് എല്ലാം തിരിച്ചേൽപ്പിക്കുന്നു എന്ന്. പിന്നീട് ഞാൻ എന്ന് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയാലും അവരെന്നെ ഫുൾ ചെക്ക് ചെയ്തിട്ടേ പുറത്തു വിടുകയുള്ളൂ. ഇതാണ് സത്യം പറഞ്ഞാൽ ഏറ്റു പറഞ്ഞാലുള്ള കുഴപ്പങ്ങൾ. പക്ഷേ വടക്കുട്ടച്ചൻ പറഞ്ഞിട്ടുണ്ട്, നീ സത്യം മാത്രമേ പറയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ഇന്നത്തെ എൻ്റെ സ്പീച്ചിൻ്റെ ആമുഖം ഇത്തിരി കൂടിപ്പോയി എന്ന് അറിയാം. പക്ഷേ കണ്ടന്റ് ഒട്ടും ഞാൻ കുറയ്ക്കുന്നില്ല. ഇന്നത്തെ എൻ്റെ സ്പീച്ചിൻ്റെ സബ്ജക്റ്റ് കിട്ടിയത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സിനിമയിൽ നിന്നാണ്. ആ സിനിമയുടെ പേര് അവഹിതം. നിങ്ങളാരും ചിരിക്കണ്ട. അവഹിതത്തിൻ്റെ അർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അവഹിതം എന്ന് പറഞ്ഞാൽ അവനവന് ഹിതമായതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ്. പുറപ്പാടിന്റെ പുസ്തകം 20:17 പറഞ്ഞിട്ടുണ്ട്, നിന്റെ അയൽക്കാരന്റെ വീടിനെയും ഭാര്യയെയും ദാസനെയും ദാസിയെയും കാളയെയും കഴുതിയെയും അവനോട് സംബന്ധിച്ചിട്ടുള്ള യാതൊരു വസ്തുവിനെയും മോഹിക്കരുത് എന്ന്.
നമ്മുടെ ബൈബിളിൽ ഇതിച്ചൂടെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10 കൽപ്പനകളിൽ 9-ാമത്തെയും 10-ാമത്തെയുമായ കൽപ്പനകൾ, നീ നിന്റെ അയൽക്കാരന്റെ ഭാര്യയെയും അവന്റെ വസ്തുക്കളെയും മോഹിക്കരുത് എന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ദൈവം മറ്റെല്ലാം കൂടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഭാര്യയെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്ന്? കാരണം ദൈവത്തിന് പുരുഷന്മാരെ ശരിക്കും അറിയാം. വീടും കാളയും കുറിച്ചുള്ള മോഹിച്ചാൽ പൊരുത്തപ്പെടാം, പക്ഷേ മറ്റുള്ളവന്റെ ഭാര്യയെ മോഹിച്ചാൽ കളി മാറും. മോഹം ഒരു രോഗം പോലെയാണ്. ആദ്യം ചുമ പോലെ വരും, പിന്നീട് പനിയാകും, അവസാനം അത് പാമ്പായിത്തീരും. ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, എൻ്റെ അയൽക്കാരൻ്റെ ഭാര്യ എപ്പോഴും ചിരിക്കുന്നു എന്ന്, എനിക്കും അങ്ങനെ ഒരു ഭാര്യയെ വേണമെന്ന്. അവിടുത്തെ ദിവസം ഭാര്യ അത് കേട്ടു പറഞ്ഞു, അവളുടെ ഭർത്താവിനെ ചോദിക്ക്, അവൾ എന്തിനാണ് എപ്പോഴും ചിരിക്കുന്നത് എന്ന്. മോഹം തുടങ്ങുന്നത് താരതമ്യം ചെയ്തുകൊണ്ടാണ്. അവന്റെ ഭാര്യ എത്ര സ്മാർട്ടാണ്, എൻ്റെ ഭാര്യയെ അങ്ങനെ ആക്കാൻ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? വർഷങ്ങളായി അയൽക്കാരൻ്റെ ഭാര്യയെ അവനെ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. ഒരിക്കൽ ഞാൻ ഒരാളുടെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പുതിയ പുതിയ ഫോട്ടോസ് ഇങ്ങനെ സ്റ്റാറ്റസായി വാട്സപ്പിൽ ഇടുന്നത്? ഈ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലിരിക്കുന്ന ആളെ എടുത്ത് കിണറ്റിലെറിയാൻ തോന്നുന്നു എന്ന്. അപ്പോൾ ആള് പറഞ്ഞു, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന്. ആ ചേച്ചിയുടെ ഭർത്താവും എന്നെ പോലെ തുല്യ ദുഃഖിതരാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെ പുറത്തുനിന്ന് നോക്കുമ്പോൾ മനോഹരമായി തോന്നും, പക്ഷേ അതിനുള്ളിലെ കഥകൾ ആർക്കും അറിയില്ല. മോഹം എന്നത് മറ്റൊരാളുടെ സ്വന്തമായ എന്തെങ്കിലും അതിയായ ആഗ്രഹത്തോടുകൂടി സ്വന്തമാക്കാനുള്ള മനോഭാവമാണ്. എനിക്കും അത് വേണം, എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നതാണ്. മറ്റുള്ളവരുടെ വീടും വാഹനവും കാണുമ്പോൾ, അവരുടെ സന്തോഷമുള്ള കുടുംബങ്ങൾ കാണുമ്പോൾ, അവരുടെ വിജയവും പ്രശസ്തിയും കാണുമ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആശിച്ചു പോകും. ദാവീദ് ഉറിയയുടെ ഭാര്യയെ കണ്ടു മോഹിച്ചതുപോലെ നമ്മളും പലരുടെയും പലതും കണ്ട് മോഹിക്കും. ഈ പാപത്തിന്റെ പ്രതിഫലം അവര് അനുഭവിക്കേണ്ടി വരും. മോഹം പാപത്തിലേക്കും പാപം നാശത്തിലേക്കും നമ്മളെ നയിക്കും. എന്താണ് അസൂയയെ ജയിക്കാനുള്ള മാർഗങ്ങൾ? ദൈവത്തോട് എപ്പോഴും നന്ദി പറയുക. ഞാൻ എൻ്റെ ഭാര്യയോട് എപ്പോഴും ചോദിക്കാറുണ്ട്, നിനക്ക് എപ്പോഴെങ്കിലും എന്നെ കളഞ്ഞിട്ട് വേറെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കാറില്ലേ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എറിഞ്ഞു കളയണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി കിട്ടുന്നവൻ എന്നെക്കാൾ മോശമായാലോ എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ് ഞാൻ എറിഞ്ഞു കളയാത്തത് എന്ന്. ഇത്രയും നല്ല സ്വഭാവമുള്ള, മദ്യപാനം, പുകവലി, കുറ്റം പറച്ചിൽ, മറ്റുള്ള പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ലാത്ത എന്നെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെക്കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്തായിരിക്കും? അതുകൊണ്ട് ചുമ്മാ പോലും നിങ്ങളുടെ പാർട്ട്ണറോട് അവരുടെ മനസ്സിൽ പറയാൻ വേണ്ടി ഒരിക്കലും ചോദിക്കരുത്. അവര് സത്യം പറഞ്ഞു കളയും. അസൂയുള്ളവർ എപ്പോഴും തടവുകാരാണ്. അവരുടെ മനസ്സ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കും. പക്ഷേ സംതൃപ്തിയനായവൻ സ്വാതന്ത്ര്യം ഉള്ളവനാണ്. അവന് ലോകം മുഴുവൻ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് തോന്നും. സങ്കീർത്തനം 23:1 പറയുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടായില്ല എന്ന്. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ നന്മയെ പ്രശംസിക്കാൻ പഠിപ്പിക്കണം. അസൂയപ്പെടരുത്. എനിക്കും മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടി
നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. എനിക്ക് പണ്ട് ഒരു സുഹൃത്തുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ സുഹൃത്തിനെ പോലെ ആകുക എന്നാണ്. ആ സുഹൃത്ത് നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹം ആ സുഹൃത്തിനെ പോലെ നന്നായിട്ട് പഠിക്കുക എന്നാണ്. കഴിഞ്ഞ വർഷം ആ സുഹൃത്തിനെ ഞാൻ കണ്ടപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് നിന്നെ പോലെ ആകാനായിരുന്നു ആഗ്രഹം എന്ന്. ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായ ട്രയൽസ് ഉണ്ട്. ആ ട്രയല് അവർ തന്നെ നേരിടണം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ദൈവം സെപ്പറേറ്റ് ആയിട്ട് ഒരു കൽപ്പന നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന്? എനിക്ക് തോന്നുന്നു ദൈവം ഒരു ആണാണ് എന്ന്. കാരണം ഒരാണിന്റെ മനസ്സ് വേറൊരാണിനെ മനസ്സിലാകുകയുള്ളൂ എന്ന്. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ തൊട്ടു നോക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ എന്ന്. എൻ്റെ ഭാര്യ കണ്ണാടിയുടെ മുമ്പിൽ കിടന്ന് തിരിഞ്ഞു കളിക്കുമ്പോൾ ഞാൻ പറയും, നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല ഞാൻ കല്യാണം കഴിച്ചത്, നിന്റെ എഡ്യൂക്കേഷൻ കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത് എന്ന്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുമ്പോൾ ലിപ്സ്റ്റിക്കും മുഖത്തിടാനുള്ള പൗഡറും ഒക്കെ മേടിച്ചു കൊടുക്കാതെ ഇരിക്കാലോ എന്നോർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പല ഭർത്താക്കന്മാരെ പോലെ ഞാനും എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്, പണ്ട് എനിക്ക് അസിൻ തോട്ടുങ്ങളുടെ കല്യാണാലോചന വരെ വന്നിട്ടുള്ളതാണ് എന്ന്. നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ ഇത് ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പോൾ പർപ്പൂർ റോസിനെ ദീപിക പൊർക്കനെ പോലെ ചിന്തിച്ച് ഞാനും ജീവിക്കുന്നു എന്ന്. ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിനക്ക് ആവശ്യമുള്ള ആളെ ആവശ്യ സമയത്ത് ദൈവം നിനക്ക് കൂട്ടായി തന്നിരിക്കും. അതുകൊണ്ട് ദൈവം നൽകിയ ഭാര്യയോട് നന്ദിയോട് കൂടെ ജീവിക്കാൻ പഠിക്കുക. ഏതോ ഒരുത്തൻ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ഗുണങ്ങളും അറിയണമെങ്കിൽ സ്വന്തം ഭാര്യയെ മൂന്നാമത്തെ കണ്ണിലൂടെ കാണാൻ പഠിക്കണമെന്ന്. ഞാൻ ഒത്തിരി സബ്ജക്റ്റുകൾ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചിട്ടും ഞാൻ പഠിക്കാതെ തോറ്റുപോയ ഒരു വിഷയമാണ് പെണ്ണ്. ഒരു വർഷം ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു, എങ്ങനെയാണ് ഒരു പെണ്ണ് ചിന്തിക്കുന്നത്, എന്താണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഈ കഴിഞ്ഞ ലീവിൽ എൻ്റെ മകൾ എന്നെ പഠിപ്പിച്ചു, ഷെയറിങ് ഈസ് കെയറിങ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് വഴക്ക് കൂടുന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നത് ഈ ഇണക്കത്തിലൂടെയും പിണക്കത്തിലൂടെയുമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടികളെയും പൂച്ചകളെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പട്ടികളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരും. കാരണം അവർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി ചിന്തിക്കുന്നു. പക്ഷേ ഒരു പൂച്ചയോട് ഇങ്ങോട്ട് വരാൻ വിളിച്ചാൽ അത് വരില്ല. ആ പൂച്ചയെ അവിടെ ചെന്ന് ഒന്ന് തലോടി ഒന്ന് കളിപ്പിച്ച് കുറച്ചു നേരം അതിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് അത് അനുസരിക്കുകയുള്ളൂ. മോഡേൺ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ക്യാൻസറാണ് മൊബൈൽ. സംശയരോഗം തുടങ്ങുന്നതും അവിടെ വെച്ചാണ്. ഇപ്പോൾ ഭർത്താവിന് ഭാര്യയെ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം. നിങ്ങൾ രണ്ടു കൂട്ടരും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു പുതിയ കാർ മേടിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ എന്തോരം പുതിയതായിട്ടുള്ള ഒരു കാർ മേടിക്കുകയാണെങ്കിൽ പോലും 0 പോയിന്റിൽ നിൽക്കുന്ന ഒരു കാർ നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. ഒരു 100 കിലോമീറ്ററെങ്കിലും താഴെ ഓടിയ കാറാണ് നമുക്ക് കിട്ടുകയുള്ളൂ. പോട്ടെ, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആദ്യം ആ വണ്ടി ഓടിക്കണമെന്നായിരിക്കും. പക്ഷേ ആ ഷോറൂമിലെ മെക്കാനിക്ക് ആ വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ആ വണ്ടി കയ്യിലേക്ക് കിട്ടുകയുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കിട്ടിയ വണ്ടി സൂപ്പർ കാറാണ്, എൻ്റെ ബെസ്റ്റ് കാറാണ്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു കാറാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഓടിക്കുക. ഇനി നമ്മൾ നല്ല ഡ്രൈവറാണ്, ഒത്തിരി വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ അഹങ്കാരത്തിൽ നമ്മൾ ആ വണ്ടിയിൽ കയറി ഇന്ന് ഓടിക്കുകയാണെന്ന് വെച്ചാൽ
എങ്ങാനും വണ്ടിയിൽ കയറുന്ന ഓടിക്കുമ്പോൾ ക്ലച്ച് അടിച്ചു നിന്നാൽ നമ്മൾ മോശപ്പെട്ടു പോകും. പണ്ടൊക്കെ എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ ഒരു ന്യൂസ് പേപ്പറുമായിട്ടാണ് ബാത്റൂമിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ ട്രെൻഡ് മാറി. ആണായാലും പെണ്ണായാലും ഇപ്പോൾ മൊബൈൽ കൊണ്ടാണ് ബാത്റൂമിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ന്യൂസൊക്കെ ഇപ്പോൾ യൂട്യൂബിലല്ലേ വരുന്നത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ മൊബൈലൊക്കെ ആയിട്ട് പോകുന്നത് എന്ന്. മോഡേൺ അവഹിതങ്ങളെല്ലാം ടെക്നോളജിയ എന്ന സാധനത്തിലൂടെയാണ് പോകുന്നത്. എങ്ങാനും മൊബൈൽ ഫോൺ എടുക്കാൻ നമ്മൾ മറന്നാൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭദ്രകാളിയെ കാണാൻ പറ്റും. അതും മൊബൈൽ പിടിച്ചു നിൽക്കുന്ന ഭദ്രകാളി. ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുക. എന്ത് ചെയ്യാനാണ്? എൻ്റെ അച്ഛൻ എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനത് കല്യാണം കഴിഞ്ഞാലും നിർത്താൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ നരകത്തിൽ പോകില്ലേ എന്ന്. ഗൗരി ഖാൻ ഷാറുഖ് ഖാന്റെ ഭാര്യയ്ക്കും ഇതേ കംപ്ലൈന്റ് തന്നെയാണ് ഉള്ളത്. ഷാറുഖ് ഖാൻ ഏറ്റവും കൂടുതൽ സമയം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഗൗരി ഖാന്റെ കംപ്ലൈന്റ്. അപ്പോൾ ഷാറുഖ് ഖാനോട് ചോദിച്ചപ്പോൾ ഷാറുഖ് ഖാൻ പറഞ്ഞു, ഞാൻ ബാത്റൂമിൽ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്ന്. നമ്മൾ ഇത്ര നേരം ബാത്റൂമിൽ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ അത് അവഹിതവും, ഷാറുഖ് ഖാൻ ബാത്റൂമിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ അത് ആക്ടിങ് പ്രാക്ടീസും. ഇതാണ് ലോകം. എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരി അവളോട് പറഞ്ഞു, നിന്നെ സമ്മതിക്കണം, നിന്റെ ഭർത്താവിനെ നീ അവിടെ തന്നെ ഇട്ടേച്ച് പോന്നിരിക്കുകയല്ലേ. ഇപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല സ്ലിമ്മായി നല്ല കൂടുതൽ സൗന്ദര്യമുള്ളവനായി പോയി മാറിയിരിക്കുന്നു എന്ന്. നിനക്ക് പേടിയില്ലേ അങ്ങേര് എങ്ങാനും പുതിയൊരു ബന്ധം അവിടെ തുടങ്ങിയാലോ എന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര വിശ്വാസമാണ്. ഒരു പെണ്ണിന് കുരിഞ്ഞ് ഒരു പേന പോലും എടുത്തു കൊടുക്കുകയില്ല. പോട്ടെ, ഒരു 100 പൈസയുടെ ചായ പോലും മേടിച്ചു കൊടുക്കുകയില്ല. കെയറിങ്ങും പൈസയും ചെലവാക്കാതെ അങ്ങേർക്ക് എങ്ങനെ പെണ്ണ് കിട്ടാനാണ് എന്ന്. ഏതോ ഒരു പൊട്ട റബ്ബർ എസ്റ്റേറ്റിന്റെ കഥയും പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ചതാണ്. ഞാൻ എൻ്റെ അപ്പനോട് എപ്പോഴും പറയും, 100 തവണ ഞാൻ പറഞ്ഞതല്ലേ ആ ചെക്കൻ പഠിച്ച കോളേജിൽ ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, അവനെ കണ്ടറിയാൻ പാടില്ലേ, എന്ത് നിഷ്കളങ്കമായ ചിരിയാണ് അവൻ്റേത് എന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള സ്ഥിതിയാണ്. എൻ്റെ ഭാര്യ എന്നോട് വഴക്കു കൂടുന്നത് എയർപോർട്ടിൽ വച്ചിട്ടാണ്. ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞ് കുട്ടികൾക്ക് ഉമ്മയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഫെയർവെൽ കിസ് കൊടുക്കുന്നില്ല എന്നാണ് ഭാര്യയുടെ വഴക്ക്. കള്ളന്മാർക്ക് കക്കണമെങ്കിൽ ഒരു ആംബിയൻസ് വേണം, അതായത് ഇരുട്ട്. ഉടായ്പകൾക്ക് ഒരു ആംബിയൻസ് വേണം. ഈ ഭയങ്കരമായ വെളിച്ചത്തിൽ 500 ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ ഈ സംഗതി ഉള്ളിൽ നിന്ന് വരണ്ടേ? എൻ്റെ ഭാര്യ പറയും, നിങ്ങൾക്ക് മക്കളെ മാത്രം ഇഷ്ടമേ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് തരാത്തത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എത്രയോ പ്രാവശ്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സുന്ദരികളായ എയർ ഹോസ്റ്റേഴ്സിനെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കടിച്ചു പിടിച്ച് നിന്നില്ല എന്ന്. അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയവും സ്ഥലവും നോക്കേണ്ടേ എന്ന്. ഒരു ലാസ്റ്റ് കഥയും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ സ്പീച്ച് ഞാൻ അവസാനിപ്പിച്ചോളാം. എൻ്റെ ഭാര്യ നാട്ടിലാണെങ്കിൽ പോലും എൻ്റെ ഓരോ ചലനങ്ങളും അവൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ മേത്തന GPS വെച്ചിട്ടുണ്ടോ എന്ന്. അല്ല, തൃശ്ശൂരിൽ ബ്രദേഴ്സ് ഉണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരോട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ ഭാര്യ പറഞ്ഞ് ഒരു ബ്രദർ എന്നെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം തത്ത പറയുന്ന പോലെ
ഇവിടുത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അവളോട് പറഞ്ഞു. ബ്രദർ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് അവൻ ഒരു ബൈബിള് പിടിച്ചു നിന്ന് പ്രെയർ മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതാണ് ഞാൻ കണ്ടത് എന്ന്. അപ്പോൾ ബ്രദർ ചോദിച്ചു, നിനക്ക് സമാധാനമായില്ലേ? നിന്റെ ഹസ്ബൻഡ് നന്നായി. ഇതൊക്കെ പറഞ്ഞിട്ടും എന്താണ് നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് എന്ന് ആ ബ്രദർ അവളോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, അങ്ങേര് ഉടായിപ്പല്ല, ഭൂലോക തരികടയാണ്. എന്നെ പറ്റിക്കാൻ വേണ്ടി ആ പ്രെയർ മീറ്റിംഗിൽ പോയി അങ്ങേര് കണ്ട ഒരു സിനിമയുടെ കഥയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന്. അപ്പോൾ ബ്രദർ പറഞ്ഞു, അയാളുടെ കയ്യിൽ ബൈബിളൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അത് ബൈബിൾ എന്ന് എഴുതിയിരിക്കുന്ന ഒരു പുറംചട്ടം മാത്രമുള്ള പുസ്തകം വലുതായിരിക്കും എന്ന്. അങ്ങേര് ഭൂലോക ഉടായിപ്പാണ് എന്ന്. ഇതാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കുറിച്ചുള്ള വിശ്വാസം. ആ വിശ്വാസം തെറ്റിക്കാതെ ഞാൻ ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവസാനമായി എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. കുറച്ച് നാളുകൾക്ക് ഒരു കൂട്ടായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങളുടെ പാർട്ട്ണർ. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല നിങ്ങളുടെ പങ്കാളി. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നതാണെന്ന് ഓർത്ത് സന്തോഷിക്കുക. വിശുദ്ധ മറിയത്തെ യോസേപ്പ് പിതാവിന് കൊടുത്തതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങളുടെ പാർട്ട്ണർ. അവരെ വിശ്വസിച്ച്, സ്നേഹിച്ച്, ലാളിച്ച്, കൊഞ്ചിച്ച്, പരാതിയും പരിഭവങ്ങളും സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.